അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അഥവാ ഞാൻ ഇന്ന് ഈ ഗസ്റ്റിൻ്റെ പള്ളിയിലേക്ക് ദർസിലേക്ക് വന്നതാണ്. ഉസ്താദായ ഒരു വിദ്യാർത്ഥി, PhDക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കൂടെയാണ് ഇന്ന്. 100% കണ്ണ് നമ്മളെപ്പോലെ കാണാത്ത അല്ലേ, നമ്മളെപ്പോലെ കാണാത്ത ജലാലുദ്ദീൻ അദനി അല്ലേ. അതെ. ഒരുപാട് നല്ല തോട്ട്സുകൾ ഉസ്താദ് പറഞ്ഞു. ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നു. എന്നെപ്പോലുള്ള ഒരുപാട് കണ്ണ് കാണാൻ പറ്റാത്ത ആളുകൾക്ക് സ്വന്തമായി നടക്കാൻ എന്തെങ്കിലും ഒരു ടെക്നോളജി വികസിപ്പിച്ചു കൂടെ എന്നൊരു ആശയമായിട്ടാണ് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എത്തിയത്. അന്ന് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നിങ്ങളെ നേരിട്ട് ഞാൻ വന്ന് കാണുന്നുണ്ട്. ഇവിടെ 10-30 കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ ഉസ്താദ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കൊരു സേവനം ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം ഉസ്താദ് ഒരു നല്ലൊരു ഡിഗ്രി അല്ലേ, PhD ഇപ്പോൾ ഏതാണ്, അറബിക് ഗ്രാമർ. അപ്പോൾ ഡിഗ്രിയും PGയും അറബിക്കാണ് എടുത്തല്ലേ, എടുത്തു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉസ്താദിൻ്റെ ആശയം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ആദ്യം എൻ്റെ അടുത്ത് വന്ന് ഇവിടെ മാഗ്നറ്റ്, ഇവിടെ എടുത്തിയ മാഗ്നറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ചിന്തിപ്പിച്ച ഞെട്ടിച്ചൊരു സംഗതി, ഉസ്താദിൻ്റെ 2 മാഗ്നറ്റ് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ 2 മാഗ്നറ്റ് കണ്ടോ, അതിൻ്റെ നോർത്തും സൗത്തും ഒരെണ്ണം ആകർഷിക്കുന്നു, ഒരെണ്ണം വികർഷിക്കുന്നു. ഇതാണല്ലോ മാഗ്നറ്റ്. ഇതുപോലെ ഒരെണ്ണം നിൻ്റെ കയ്യിൽ വേണം, മറ്റൊരെണ്ണം ഭൂമിയുടെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പ്രയാസമില്ലാതെ ഞങ്ങളെപ്പോലുള്ളവർക്ക് നടക്കാൻ പറ്റും. അവിടുന്ന് ഒരു ആകർഷണം ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു വികർഷണം, വികർഷണമാണ് വേണ്ടത് അല്ലേ, റിജക്ഷനാണല്ലോ വേണ്ടത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സ്ഥലങ്ങളൊക്കെ കാണാതെയും തൊടാതെയും ഫീൽ ചെയ്യാൻ പറ്റൂലേ അല്ല, അതല്ലേ പറഞ്ഞത്. ഒരു ഫീലിംഗ് ഉണ്ടാക്കുക. ഒരു ചുമരിൽ മുട്ടുന്നതിന് മുൻപേ ഒരു മാഗ്നറ്റിക് പവർ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയാൽ അല്ലേ, അവിടെ ഒരു തടസ്സമുണ്ട് എന്ന് നോക്കി നമുക്ക് ഇടത്തോ വലത്തോ പോകാം. മറ്റൊരാളെ ആശ്രയം കൂടാതെ സ്വന്തമായി നടക്കണം എന്നുള്ളതാണ് ഉസ്താദിൻ്റെ സ്വപ്നം. എങ്ങനെ ഇതൊന്ന് ഡിസൈൻ ചെയ്യുക എന്ന് ഞാൻ കുറേ ആലോചിച്ചു. ഉസ്താദിനെ കാണാൻ വന്നപ്പോഴാണ് എന്നെ പരിചയപ്പെടുത്തിയ മറ്റൊരു മെഷീന്, ഓർബിറ്റ് റീഡർ അല്ലേ, ഇതിൻ്റെ പേര് ഓർബിറ്റ് റീഡർ 20+. ഇതിനകത്ത് ബ്രൈൻ ലിപിയാണ് ഈ കാണുന്നത്. ഇതിന് പറയില്ല അതിലെ ബ്രൈൻ ലിപി. ഉസ്താദ് പഠിച്ചതും കംപ്ലീറ്റും ബ്രൈൻ ലിപി തൊട്ടിട്ടല്ലേ, ഖുർആനൊക്കെ ഇപ്പോൾ പഠിച്ചതും എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും കിതാബൊക്കെ ബ്രൈൻ ലിപിയിലൂടെയാണ്. അപ്പോൾ BA ഇംഗ്ലീഷ് അറബിക്കും ഒക്കെ ബ്രൈൻ ലിപി തന്നെ. ബ്രൈൻ ലിപി തന്നെയാണ് ഇപ്പോൾ നമ്മൾ 7 ക്ലാസ് എടുക്കുന്നതും മറ്റു വിഷയങ്ങളൊക്കെ ചെയ്യാം, ഒക്കെ ബ്രൈൻ ലിപിയിൽ. അപ്പോൾ നിങ്ങൾ ബ്രൈൻ ലിപിയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അറിഞ്ഞ് ഇത് സാധാരണ ലിപിയിലേക്ക് മാറ്റുന്നൊരു ഡിവൈസും കൂടിയാണുള്ളത് അല്ലേ. ഇതിനൊരു ആപ്പ് ഉണ്ട് അല്ലേ, ഈ ആപ്ലിക്കേഷൻ, ഇതിന് ഓർബിറ്റ് റീഡർ ഞാൻ ആദ്യമായിട്ട് കാണാം. ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ട് കാണാം. ഒന്ന് ഓണാക്കാൻ മതി. എങ്ങനെ ഇതിൻ്റെ ഒരു ഓണം? ഇതിപ്പോൾ ഓണായി, ഇത് ഫോണായിട്ട് കണക്ട് ആയി. ഇപ്പോൾ ബ്ലൂടൂത്ത് വഴി ഫോണായിട്ട് കണക്ട് ആയി. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു. ഓക്കെ. ഞാൻ ഫോണിൽ നമ്മൾ എന്ത് തൊട്ടാലും ഇതിൽ പൊന്തി വരും. അവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ടെക്സ്റ്റ് വന്ന് നിങ്ങൾക്ക് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും. വോയിസ് അല്ല, ടെക്സ്റ്റ് വന്നാലും റീഡ് ചെയ്യാം. അടിപൊളി. അതേപോലെ ഇവിടുന്ന് ടൈപ്പ് ചെയ്താൽ ആ ലിപിയിലേക്ക് എന്താവും, സാധാരണ ലിപിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ ടൈപ്പ് ചെയ്യുന്നതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്രയും 6 കീ ഉള്ളതല്ലേ, മുകളിൽ 6 അല്ല, കുറേ കീകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചാണ് ഈ 6, ഇത് 3, ഇത് 3, ഈ 3 പിന്നെ ഈ 6 പിന്നെ കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അക്ഷരങ്ങൾ പിന്നെ ടൈപ്പ് ചെയ്യൽ. കാണാത്ത ഒരാൾക്ക് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എഴുതിക്കാണ്ട് മറ്റുള്ളവർക്ക് ആ എഴുതിയത് എന്താണെന്ന് വായിക്കുകയും ചെയ്യാം. ഇനി അവിടെ വരെ ഇനി എഴുതിയാൽ നിങ്ങൾക്ക് അത് കണ്ണ് കാണാതെ വായിക്കുകയും ചെയ്യാം. രണ്ടിനും സഹായകമാണ് ഒരു മെഷീനാണ്. എന്ത് വില ഉണ്ട് ഇത്? ഇതിന് ഏകദേശം 54 സംതിങ്, 54,000 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് അല്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഷീൻ കാണുന്നത്. ഒരുപാട് ലെറ്റർ ലിപികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പ്രിന്റഡ് പേജുകളായിരുന്നു, അല്ലാതെ അങ്ങനെ ഡിഫറെൻ്റായ പേജുകൾ ഉണ്ടായിരുന്നില്ല. ഇത് ഒറ്റ പേജിൽ തന്നെ എന്തും വരെ. ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ് ഇതിലുണ്ട്, അറബിക് ഉണ്ടോ? ആഹാ, അത് ശരി, മാഷാ അല്ലാ. ഏതായാലും മെയ്ഡ് ഇൻ ചൈനയാണ് ഇത് കാണുന്നത്. ആരോ ഒരു തല കൊടുത്തിട്ടുണ്ടല്ലേ. ഇതിവിടെ ഇന്ത്യക്കാരുടെ തലയാണോ? ആരാ അറിയോ ഇതിനെക്കുറിച്ച്? എന്തെങ്കിലും അറിയോ ഇതാരാ ചെയ്തെന്നുള്ളത്? ഇതിപ്പോൾ നമ്മൾ വരുത്തിയത് ഗുജറാത്തിലുള്ള വഡോദര എന്നുള്ളൊരു കമ്പനി എന്നാണ്, സ്ഥലത്ത് നിൽക്കുന്ന ഒരു കമ്പനി. പക്ഷെ ഇത് ചൈന ആകാനാണ് സാധ്യത. മെയ്ഡ് ഇൻ ചൈന കാണുന്നത് അവിടെ. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ആശയം വെച്ച് ഉസ്താദ് ഇപ്പോൾ പറഞ്ഞത് വേറൊന്നാണ്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഉണ്ട്, നമുക്ക് ഇനിയിപ്പോൾ അതൊരെണ്ണം ഉണ്ടാക്കുകയൊന്നും വേണ്ട. ഈ ഒരു സാധനം വെച്ച് ഇങ്ങനെ ഇപ്പോൾ ഒരു പ്ലേറ്റ് അല്ലേ, ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറേ ഡോട്ടുകൾ ഉണ്ട് നോക്കുക.
ആ ഡോട്ടുകൾ നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ട് തള്ളവിരലുകൊണ്ട് അല്ലേ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ സ്പർശിച്ച് ചൂണ്ടുവിരലുകൊണ്ട് സ്പർശിച്ച് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ ഫീൽ ചെയ്യണം. ഉദാഹരണത്തിന് ഒരു കുപ്പിയാണെങ്കിൽ ആ കുപ്പി ഇങ്ങനെ പൊങ്ങി നിൽക്കണം അല്ലേ അല്ലേ സാറേ? അതിനെങ്ങനെ പിടിക്കണം, ആ ഒരു കുപ്പിയാന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം കാണുന്നതിനപ്പുറം ആ ചിത്രത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനേക്കാളും ആ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് നിൽക്കണം. അത് ഒരു കപ്പൊക്കെ എങ്ങനെ നിൽക്കണം, ആ കപ്പ് തൊട്ടാൽ അങ്ങനെ പിടിക്കാൻ പറ്റണം. ആ കപ്പ് കൊണ്ട് ചായ കുടിക്കണ കപ്പാണെങ്കിൽ അതിന് ഒരു കുളത്തൊക്കെ ഉണ്ടാവും, ഒരു വിരലൊക്കെ ഇടാൻ പറ്റണം അല്ലേ? ആ കപ്പിനുള്ളിൽ കൂടി വിരലിട്ടുണ്ട് പിടിക്കാൻ പറ്റണം. ഗ്ലാസ് ആണെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ, അതിന് ഷേപ്പ് കിട്ടണം. എന്തിൻ്റെയും തൊട്ടുകൊണ്ട് ചെറുത് മതി, എല്ലാം ചെറുത്. അത് അതേത് സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ ഈ ഡോട്ടിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടല്ലോ, അതുപോലെ ഇതിനകത്തും ഇങ്ങനെ ഒബ്ജക്റ്റ് പൊങ്ങി വരുന്ന, അതിന് 3D എന്നൊന്നും അല്ല പറയാം. അത് നമ്മളെ ഡിസ്പ്ലേ ഒക്കെ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, LCD വർക്ക് ചെയ്യുന്നത്, LED വാളുകളൊക്കെ LCD ഇപ്പോഴാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. നേരത്തതൊക്കെ LCD ഒക്കെ വർക്ക് ചെയ്തിരുന്നൊക്കെ ഇതുപോലത്തെ ഡോട്ട് മാട്രിക്സ് ആണ്. എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകളെ കൊണ്ടാണ് ഈ കളറൊക്കെ ഉണ്ടാക്കുന്നത്. എന്ന പോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് കൊണ്ട് ആ ഒരു ഉൽപ്പന്നം തന്നെ, പ്രൊഡക്റ്റ് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വരുന്ന, പൊങ്ങി വരുന്ന ഒരു ഉൽപ്പന്നം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഇന്നിപ്പോൾ ഉസ്താദ് ചോദിച്ചത്. 1. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കുമ്പോൾ ആ ഒരു മാഗ്നറ്റിക് പവർ നമുക്ക് ഫീൽ ചെയ്താൽ, ഇത്ര മീറ്ററിൻ്റെ ഉള്ളിൽ 10 മീറ്ററിനുള്ളിൽ ഒരു തടസ്സം എനിക്കുണ്ട്, താഴെ ഒരു കുഴിയുണ്ട്, ഇടത്തും വലത്തും ബ്ലോക്കാണ് എന്ന് നേരത്തെ പെട്ടെന്ന് തന്നെ അറിഞ്ഞ് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു രൂപം. അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഇപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയം തോന്നിയാൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് കുറിച്ചിടുക. ഈ മാഗ്നറ്റ് പ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നോർത്തും സൗത്തുമായ ഈ മാഗ്നറ്റ്. ഇപ്പോൾ ഇതേ ഒരു പീസ് എൻ്റെ കയ്യിലുണ്ട്, ഈ ഒരു പീസ് എല്ലാം പുറത്തുണ്ടെന്ന് വെച്ചോളൂ. സൗത്തിൻ്റെ അടുത്തുണ്ടെങ്കിൽ അതേ സൗത്ത് അപ്പുറത്തുണ്ട്. അപ്പോഴുള്ള ഒരു ആകർഷണം, ഒരു പവർ ഇങ്ങനെ ഫീൽ ചെയ്യും എനിക്ക്. എനിക്കാണ്ട് പോകാൻ പറ്റില്ല, അവിടെ തടസ്സമുണ്ട്, പിന്നെയും ഞാൻ പോയി അവിടെ പോയി മുട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോയെന്ന് എൻ്റെ തലയിൽ വന്നിട്ടില്ല. പക്ഷേ ഇത് കൃത്യമായി കിട്ടി എനിക്ക്. ഈ സാധനത്തിൻ്റെ ഡോട്ട് ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ ഉണ്ടാക്കിയാൽ അവിടെ ഉറപ്പായിട്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ടാൽ ഒരു സ്പൂണാണെന്ന് മാത്രമല്ല, നമുക്ക് റൂട്ട് വരെ നമുക്ക് എന്താ പറ്റും, റൂട്ടിലൂടെ നമുക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ റൂട്ട് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടുതരാ, ആരോ പൊങ്ങി വരും, അപ്പോൾ റൈറ്റ് കാണും ലെഫ്റ്റ് കാണുന്ന കിട്ടും. ഒരു ഓഡിയോ വേണ്ട അല്ലേ, വിളിച്ചു പറയുന്നത് വേണ്ട, അതൊരു ഡിസ്റ്റർബാണ് അല്ലേ? ഞാൻ ഉസ്താദിനോട് ഒരു ആശയം പറഞ്ഞു കൊടുത്തു. നല്ല പുതിയ AI ഇനേബിൾഡ് ഗൂഗിൾ ഗ്ലാസ് പോലുള്ള ഈ മിറർ കണ്ണടയും അതിൻ്റെ പുറത്ത് സെൻസറുള്ള ക്യാമറ, AI ക്യാമറയും വന്നിട്ടുണ്ട്. അതൊക്കെ ഗൂഗിളുമായിട്ടും ഇൻ്റർനെറ്റുമായിട്ടും അല്ലെങ്കിൽ ലൈവ് എർത്തുമായിട്ട്, ലൈവ് ക്യാമറ ആയിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ പോയാൽ നമുക്കിങ്ങനെ ആ കണ്ണിൽ ആ കണ്ണട വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. എന്നെ മാംഗോ ആണ് എന്നിട്ട് പറയും. പ്ലാവിൻ്റെ മേനക്ക് നോക്കിയാൽ ചക്ക കായ്ച്ച് നിൽക്കുന്നത് ചക്കയാണെന്ന് പറയും. മുന്തിരിക്കൊട്ടേക്ക് നോക്കിയാൽ അത് മുന്തിരിയാണെന്ന് പറയും. ഒരാളെ മുഖത്തേക്ക് നോക്കിയാൽ അത് അംസയാണെന്ന് പറയും, അത് മുഹമ്മദാണ്, ഇത് അദനിയാണെന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന തരത്തിലുള്ള ടെക്നോളജി ഒക്കെ ഡെവലപ്പായിട്ടുണ്ട്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഇപ്പോൾ. സാധാരണക്കാരിലേക്ക് അത് എത്രത്തോളം വന്നു എന്ന് പറയാൻ വയ്യ. അതിനേക്കാളും കുറച്ചും കൂടി ഒരു വേറിട്ട ചിന്തയാണ് ഇപ്പോൾ ഉസ്താദിൻ്റെ തലയിൽ വന്നത്. അത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ മോഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ വീഡിയോ കാണുന്നവരുടെ ആശയം കൂടി അന്വേഷിച്ച് ഞങ്ങളിതിലേക്ക് മുതിരുള്ളൂ. ഇവിടെ ഒരു 10-30 കുട്ടികൾ ഉസ്താദിൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് ഈ ആശയം ഇട്ട് കൊടുത്തിട്ട് ഒരു ടെക്നോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് വരെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഉസ്താദിൻ്റെ ഈ ആശയം ഉസ്താദിന് വേണ്ടി മാത്രമുള്ളതല്ല, ലോക ജനതയ്ക്ക് നമുക്ക് സമ്മാനിക്കാൻ പറ്റും. അത് വലിയൊരു മേഖല, ബിസിനസ് തൊഴിൽ മേഖല തുറക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ അത് വലിയ കണ്ടെത്തലായിരിക്കും. ഇൻഷാ അല്ലാഹ് കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, പരിമിതികൾ കൂടുതൽ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഫീലിൽ നിന്നാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പുതിയ ആശയങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ മറ്റേ കണ്ണിനൊന്നും വിളിച്ചാണ്, അതും അതനെയാണ്. അതൊരു മറ്റൊരു അതനി. അത് മൂപ്പര അത് മാത്രമല്ല, ഇവിടെ ഇവര് 10 കൊല്ലമായിട്ട് ഇങ്ങനെയാണെങ്കിലും മറ്റു 2 അതനികളും നമ്മൾ ഈ സ്ഥാപനം, ഞങ്ങൾ 4 പേരും കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ദർശനി ഈ സ്ഥാപനം കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്നത്. അത് നമ്മളെ ഇന്നൊരു വലിയ സന്തോഷം കൂടിയുണ്ട്. ജൂൺ 6-നാണ് ഞങ്ങൾ 4 പേര്, ഞാൻ 19 വയസ്സ് വരെ എനിക്ക് പഠിക്കാൻ കഴിയാതെ ഞാനൊരു വീട്ടിൽ ഒതുങ്ങേണ്ട ഒരാളായിരുന്നു. യഥാർത്ഥത്തിൽ 19ാമത്തെ വയസ്സ് മുതലാണ് എൻ്റെ പഠനം തന്നെ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് എഴുത്തും വായനയൊന്നും അറിയാതെ ഈ ഒരു ലിപിയിലേക്ക്, അതായത് ഭാഷപരം എല്ലാ ഭാഷയിലും പിന്നെ ബ്രെയിൽ ലിപി പഠിച്ചു. ഇങ്ങനത്തെ പിന്നെ പുതിയ പുതിയ ചിന്തകൾ വരാൻ തുടങ്ങിയതും PhD ലെവൽ, ഇതുപോലെ ഈ ദർസ് ഇവിടെ സേവനമായിട്ട് നടത്തണേ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം ഞങ്ങൾക്ക് 4 പേർക്കും ഇവിടെ ഇതിന് ചെയ്യാൻ സാധിച്ചത് ഞങ്ങളാക്കിയ സ്ഥാപനം.
ആ മഴദിന് മഴദിന്റെ ഒരു ഓഫ് ക്യാമ്പസ് ആണല്ലോ ഇപ്പോൾ ഇതിലെ ക്യാമ്പസ്. അവിടെ മെയിൻ ക്യാമ്പസിന്റെ അതായത് മഴദിന്റെ സ്ഥാപക ദിനാണ് ജൂൺ 6-ന്. ജൂൺ 6-ന്. അപ്പൊ അത് 27 കൊല്ലായി 27 കൊല്ലായി. അതും ഞങ്ങളെ ഈ ഒരു ഇന്ന് സാറ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ സാറ് ഞങ്ങളെടുത്ത് വന്ന് ഇങ്ങോട്ട് താല്പര്യം എടുത്ത് വന്നതിൻ്റെ പേരിലുള്ള ഒരു സത്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് പിടുത്തം കിട്ടുന്നത്. കാരണം നമ്മളെ ഒരു ഡെവലപ്മെൻറ്റ്, നമ്മളെ വികസനം, അപ്പോൾ ഇത് ഇന്ന് ഒരു ആയി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളാക്കിയ ഒന്നുമല്ലാത്ത രീതിയിൽ ഞങ്ങളെ പിടിച്ച് ഉയർത്തിയ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ദിനത്തിലാണല്ലോ ഇന്ന് ഈ ഒരു ആശയം ജനങ്ങളിലേക്ക് പറയാൻ പറ്റിയെന്നുള്ളത് അതൊരു നല്ല സന്തോഷം നിറഞ്ഞ സംഭവമാണ്. അതനി 2 അതിനും കൂടി അല്ലേ? ഓക്കെ മാഷാ അല്ലാ. ഏതായാലും നിങ്ങളെ ഈ സപ്പോർട്ട് ഉസ്താദിന് നല്ലൊരു വല്ലാത്തൊരു പ്രേരണ ആയിട്ടുണ്ട്. നിങ്ങളെ ഇടപെടലും ഞാൻ സത്യം പറഞ്ഞാൽ സാധാരണക്കാരെ ആളുകളെ പോലെ ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇയാളാണ്. സാധാരണ ആളുകളെ ജീവിക്കുന്നത് പോലെ എന്തെല്ലാം മേഖലയിൽ ഞാൻ ഇടപെടുന്നുണ്ടോ അതിന്റെ പിന്നിലൊരു കണ്ണായിട്ട്. ഉസ്താദിന് കല്യാണം കഴിച്ച ഭാര്യ മക്കളൊക്കെ ഒന്ന് പറയണ കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. ഞാൻ കല്യാണം കഴിച്ചത് ഇവരും അത് നമ്മളെ ആ ഉസ്താദിന്റെ സപ്പോർട്ടാണ്. ആ ഉസ്താദ് നമ്മളെ കൂടെ മൂപ്പരാണ് അതിന്റെ അളിയാനെ. മക്കളുണ്ട്? 2 മക്കളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യണം? അവര് ചെറിയ കുട്ടികളാണ്. 2 വയസ്സാണ് ഒരു കുട്ടിക്ക് 5 മാസമാണ്. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. കാരണം ഇപ്പം ഇയാള് ഈ ഉസ്താദ് 10 കൊല്ലമായിട്ട് എൻ്റെ കൂടെയുള്ള ഈ ഉസ്താദ് കല്യാണാലോചന വന്നപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന വന്നു. അപ്പോൾ ഞങ്ങൾ ഉസ്താദ് നിർദ്ദേശിച്ചു. അപ്പോൾ പറഞ്ഞത് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ കൈയോടിച്ചടക്കണ ആളല്ലേ എന്ന്. അങ്ങനെ ഒരു ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെ പിന്നെ PhDക്കുള്ള ഒരുക്കത്തിലാണ്. PG ഉണ്ട്. PG കഴിഞ്ഞ് അറബിക് അല്ലേ? ഞങ്ങൾ രണ്ടാളും ഒരേ രീതിയിൽ, ഒരേ സ്വപ്നം, ഒരേ ആഗ്രഹം, ഒരേ രീതിയിലുള്ള ഒരേ മനസ്സുമായിട്ട് തന്നെ പോട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടട്ടെ ഇതുകൊണ്ട് അല്ലേ? അതാണ് നമ്മൾ മാത്രമല്ലല്ലോ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വലിയ ജനത ഉണ്ട് നമ്മുടെ മുന്നിൽ. നിങ്ങൾക്കിപ്പോൾ ജന്മനാല ഇനി ജനിച്ചതിന് ശേഷം നഷ്ടപ്പെട്ടവരുടെ എന്തോരം ആഗ്രഹങ്ങളാണ് അവർക്ക് ഒന്ന് തിരിച്ചു പോകണം. നിങ്ങൾക്ക് തിരിച്ചു പോകണം എന്നല്ല, നിങ്ങൾ ഇല്ലാത്തൊരു സംഗതിനെ അസ്യൂം ചെയ്യാണ് അല്ലെ, സങ്കല്പിക്കുകയാണ്. ഒരിക്കൽ അനുഭവിച്ച ഒരാളെ കണ്ണ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ അയാൾ അതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കാൻ, ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഭയങ്കരമാണ്. നമുക്കൊക്കെ എല്ലാം പടച്ചവൻ തന്നു, കണ്ണും കൈയും ഒക്കെ തരുമ്പോൾ നമുക്കതിന് വില അറിയണില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു കണ്ണ് എന്ന് പറഞ്ഞാൽ ഇന്ന് 4 ക്യാമറയുടെ ഡ്യുവൽ കണ്ണാണിത്. 600ഓളം മെഗാ പിക്സൽ ക്വാളിറ്റി എത്ര നമ്മുടെ ലെൻസിന്. അങ്ങനത്തെ 4 ലെൻസ് ഉണ്ട് എത്ര ഒരൊറ്റ കണ്ണിന് തന്നെ. അപ്പോൾ 600x4 വീണ്ടും +4 ഇത്രയും മെഗാ പിക്സൽ ക്വാളിറ്റിയുള്ള ക്യാമറയാണ് പഠിച്ചത് നമുക്ക് തന്നിട്ടുള്ളത്. ഇന്ന് വരെ ഇങ്ങനൊരു ക്യാമറ ദുനിയാവിൽ ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സാറ്റലൈറ്റിൽ വരെ ഇത്ര ക്വാളിറ്റി ക്യാമറ ഇല്ല. ഇത് 650-600 മെഗാ പിക്സലിൻ്റെ 4 ലെൻസ് ഒരു കണ്ണിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു 3D നമുക്ക് അങ്ങനെ ഒരു വ്യൂ ഉണ്ടല്ലോ. 2 കൊണ്ട് കാണുമ്പോൾ സാധാ ക്യാമറയിൽ കാണുന്ന മാതിരി അല്ലല്ലോ. അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ ഇന്ന് ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ പഠിച്ചോ നമുക്ക് തന്നപ്പോൾ നമുക്കിതിൻ്റെ വില അറിയില്ല, ഇതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ 2 കണ്ണിൻ്റെ വില കണ്ണില്ലാത്തവർക്കേ അറിയാം, നമുക്കറിയില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആശയം ഞാൻ ജനങ്ങളിലേക്ക് ഇട്ട് തരികയാണ്. നല്ല ഐഡിയ ആണെങ്കിൽ നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളൊക്കെ ഒരിക്കൽ കൂടി പറയണു, താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. നല്ല ഐഡിയ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പറും കൂടി അതിലിടണം. ഞങ്ങൾ വിളിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട്, മറ്റൊരു പുതിയ ടെക്നോളജി സന്ദേശവുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.